അതുപോലെ ടൗണുകൾ 3060 ടൗണുകൾ മാലിന്യമുക്തമായിട്ട് ഇന്നത്തോടു കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2,87,409 അയൽക്കൂട്ടങ്ങൾ മാലിന്യമുക്തമായി മാറി. 317 ടൂറിസം കേന്ദ്രങ്ങളും മാലിന്യമുക്തമായിട്ട് മാറി. 57,201 ഓഫീസുകളും സ്ഥാപനങ്ങളും പൊതുസ്ഥാപനങ്ങളും മാലിന്യമുക്തമായി മാറി. ഇതിനു പുറമെ ലൈബ്രറികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയും ഈ പ്രവർത്തനം ഏറ്റെടുക്കുകയുണ്ടായി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലുള്ള വാതിൽപ്പടി അജൈവ പാഴ്വസ്തു ശേഖരണം ബ്രഹ്മപുരം തീപിടുത്തത്തിന് മുമ്പ് 47% ഉണ്ടായിരുന്നത് ഇന്നലെ 96% എത്തി എന്നതാണ്. ഏറെക്കുറെ അത് പൂർണ്ണത കൈവരിച്ചിരിക്കുന്നു എന്നത് വലിയ അഭിമാനകരമായൊരു നേട്ടമാണ്. കാരണം ഹരിതകർമ്മസേനയ്ക്കെതിരെ പല എതിർപ്പ് സർക്കാർ ഹരിതകർമ്മസേന കൊണ്ടുവന്നപ്പോൾ ഭയങ്കരമായ എതിർപ്പുണ്ടായിരുന്നു. യൂസർ ഫീ കൊടുക്കാനുള്ള വിസമ്മതമുണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്ന് 96% വാതിൽപ്പടി ശേഖരണത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഹരിതകർമ്മസേനാംഗങ്ങളായിട്ടുള്ള 37,000-ഓളം പേർക്ക് വേതന ഇനത്തിൽ ലഭിച്ചത് 349 കോടി രൂപയാണ്. വേതനമായി 349 കോടി രൂപ ലഭ്യമാക്കാൻ കഴിഞ്ഞു. അപ്പോൾ യൂസർ ഫീ നൽകുന്നതിലുണ്ടായിരുന്ന വിസമ്മതം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ ഈ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന അജൈവ പാഴ്വസ്തുക്കൾ താൽക്കാലികമായിട്ട് വാർഡുകളിൽ സംഭരിക്കാൻ മിനി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികൾ 3 ഇരട്ടിയാണ് നമ്മൾ ഈ കാലയളവിൽ വർദ്ധിപ്പിച്ചത്. 7,000 ചില്ലാനം ഉണ്ടായിരുന്നതിൽ നിന്ന് 19,721 മിനി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികൾ നാടാകെ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഇത് മുഴുവൻ റോട്ടിൽ വരുമായിരുന്നു. ഈ പാഴ്വസ്തുക്കൾ മുഴുവൻ റോട്ടിലോ പൊതുസ്ഥലത്തോ വലിച്ചെറിയുമായിരുന്നു. അത്രയാണ് ശേഖരിച്ച് നമ്മൾ മിനി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളിൽ ആദ്യം സംഭരിക്കുന്നു. പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തലത്തിലുള്ള മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളിൽ അത് തരംതിരിക്കുന്നു. 1330 തദ്ദേശ സ്ഥാപനങ്ങളിൽ, അതായത് 1034 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും എല്ലാം കൂടി കേരളത്തിൽ 1034 എന്നാൽ 1330 മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. ഒരു പഞ്ചായത്തിൽ ഒന്നെന്നാണ് കണക്ക്, പക്ഷേ പലയിടത്തും പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒന്നിൽ കൂടുതൽ ആരംഭിക്കാൻ കഴിഞ്ഞു. 4,000 സ്ക്വയർ ഫീറ്റ് 5,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ കൺവെയർ ബെൽറ്റും അതുപോലെ ബെയിലിംഗ് മെഷീനും ഷ്രെഡിംഗ് മെഷീനും ഉൾപ്പെടെയുള്ള ആധുനിക സജ്ജീകരണങ്ങളുമായിട്ടാണ് മിക്കവാറും MCFകൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സെക്കൻഡറി സെഗ്രിഗേഷൻ നടക്കുന്ന സ്ഥലമാണ് ബ്ലോക്ക് തലത്തിലുള്ള റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റികൾ. 87 ഉണ്ടായിരുന്നത് ഇന്ന് 192 ഇരട്ടിയിലധികമായി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയ സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഏറ്റവും താഴെ തലം മുതൽ വീട്ടിൽ പോയി ശേഖരിക്കുന്നത് മുതൽ സംസ്ഥാനത്ത് ഒരു വളരെ സുശക്തമായ ഫലപ്രദമായ ഒരു സംവിധാനം ഇതിൻ്റെ ഫലമായി കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ക്ലീൻ കേരള കമ്പനി ഒരു വർഷം ശേഖരിക്കുന്ന പാഴ്വസ്തുക്കളുടെ അളവ് ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. ഈ ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് മുമ്പ് ക്ലീൻ കേരള കമ്പനി ശേഖരിച്ചിരുന്നത് 30,000 ടണ്ണാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ അത് 60,000 ടണ്ണിലെത്തി. അപ്പോൾ അത് 60,000 ടൺ ഒരു വർഷം കേരളത്തിൽ നിന്ന് ക്ലീൻ കേരള കമ്പനി മാത്രം. അതിന് പുറമെ 38 സ്വകാര്യ ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട്. ഇതുണ്ടായിരുന്നില്ലെങ്കിൽ ഇത്രയും മാലിന്യം അലക്ഷ്യമായി പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുമായിരുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്.